ജർമ്മനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ പ്രതി അറസ്റ്റിൽ. കൊല്ലം സ്വദേശി ഷാൻ സുലൈമാനാണ് പോലീസിന്റെ പിടിയിലായത്. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നുമാണ് കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത്. ജർമ്മനിയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഈ പ്രതി ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. കൊല്ലം സ്വദേശിയായ ഷാൻ സുലൈമാനാണ് പോലീസിന്റെ പിടിയിലായത്. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നാണ് കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത്. ബീന റാണി ചേരുന്നു. ബീന, ഈ പ്രതിയെ എങ്ങനെയാണ് പിടികൂടിയത് പോലീസ്? ജർമ്മനിയിൽ വിസ വാഗ്ദാനം ചെയ്താണ് ഷാൻ സുലൈമാൻ എന്ന ആൾ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം തട്ടിയിരുന്നത്. ഇതിനെ തുടർന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ, അതായത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് നിലനിന്നിരുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘമെത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം സ്വദേശിയാണ് ഇയാൾ. കണ്ണൂരിലും കൊച്ചിയിലുമായി നിരവധി പേര് ഇയാളുടെ തട്ടിപ്പിന് ഇരയായിരുന്നു. വൈറ്റിലയിൽ പ്രവർത്തിച്ചിരുന്ന 7 സ്പൈസ് സൺറൈസ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ഇതിനെ തുടർന്ന് എറണാകുളം, മരട് പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട്. ജർമ്മനിയിൽ വിസ വാഗ്ദാനം ചെയ്തായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയത്. സൂപ്പർ മാർക്കറ്റിൽ ജോലി, അല്ലെങ്കിൽ ജർമ്മനിയിലെ സമ്പന്ന മലയാള കുടുംബത്തിൽ കെയർടേക്കർ അവസരം, ഇങ്ങനെ വിവിധ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഉദ്യോഗാർത്ഥികളെ ആകർഷിച്ചിരുന്നത്. ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്തിരുന്നു. വിസയ്ക്കായി ഓരോ ആളുകളിൽ നിന്നും ഏതാണ്ട് 7.5 ലക്ഷത്തിലധികം രൂപ ഇയാൾ കൈപ്പറ്റിയിരുന്നു. പല വഴിക്ക് പണം സംഘടിപ്പിച്ചാണ് ഇയാൾക്ക് ഉദ്യോഗാർത്ഥികൾ പൈസ നൽകിയിരുന്നത്. ഒപ്പം തന്നെ മെഡിക്കൽ ചെക്കപ്പ് എന്ന പേരിലും വൻ തുക ഇയാൾ തട്ടിയെടുത്തിരുന്നു. ഷാൻ സുലൈമാനോടൊപ്പം മൂവാറ്റുപുഴ സ്വദേശിനി ഷൈനി മാത്യു എന്നിവരുടെയും കൂടെ ഉടമസ്ഥതയിലായിരുന്നു ഈ സ്ഥാപനം നടന്നു വന്നത്. കുറെ പണം നൽകി കാത്തിരുന്നിട്ട് ഏറെ നാളായിട്ടും വിസ വരാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവർ പോലീസിനെ സമീപിക്കുന്നത്. ഇതിനിടെ സമാനമായ മറ്റൊരു കേസിൽ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഷൈനി മാത്യു അറസ്റ്റിലായിരുന്നു. അവർ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി ഒളിവിൽ പോവുകയായിരുന്നു. വൈറ്റിലയിൽ ഉണ്ടായിരുന്ന സ്ഥാപനം പൂട്ടുകയും ചെയ്തിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് ഇന്ന് കൊച്ചി വിമാനത്താവളത്തിൽ കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘം എത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ശരി, ബീന റാണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.